നമ്മൾ മാറ്റാനുള്ള ഇന്നർ ട്യൂബ് ഇതാണ് കേട്ടോ, പഴയ ഇന്നർ ട്യൂബ്. ഇതിൽ ഞാൻ സ്ക്രാച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷേ എൻ്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ, ഇവിടെ നിന്ന് നല്ല പോലെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഒരു പോകത്തൊന്നുമില്ല. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം ദിവസമാവും. അതിൻ്റെ ഒന്ന് രണ്ട് റീസൺ ഉണ്ട് കേട്ടോ പറയാനായിട്ട്. അപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ, നമ്മളെ വാഗമൺ ട്രിപ്പ് ഞാൻ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈക്ക് റൈഡ് ടു വാഗമൺ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് വീഡിയോ. അത് കഴിഞ്ഞിട്ടാണ് ഇല്ലിക്കൽ കല്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പിന് നമുക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ട്രാവൽ വീഡിയോ ആണല്ലോ, അപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ട് തോന്നും. അപ്പോൾ നമ്മളെ വാഗമൺ ട്രിപ്പിൻ്റെ ആ ഒരു വീഡിയോയിൽ യൂട്യൂബിൽ നിന്ന് തന്നെ എന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് തന്നെ ഒരു പാട്ട് എടുത്തിട്ടാണ് ആ ഒരു വീഡിയോയിൽ ഇടയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷേ ആ ഒരു പാട്ടിന് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം പോലെയല്ല, കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നേ പാട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാട്ട് നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഇങ്ങനെ ചാനലിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്ട്രൈക്ക് കണ്ടിന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വിത്തൗട്ട് നോട്ടീസ് ടെർമിനേറ്റഡ് ആയി പോകും കേട്ടോ. നമ്മുടെ ചാനൽ ഡിലീറ്റഡ് ആയി പോകും, യൂട്യൂബ് ഡിലീറ്റ് ചെയ്യും. നമ്മുടെ അടുത്ത് പറയാതെ തന്നെ യൂട്യൂബ് അത് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ സ്ട്രൈക്ക് കിട്ടുമ്പോഴത്തേക്കും പലർക്കും പല രീതിക്കായിരിക്കും ആ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ. വീഡിയോ അപ്ലോഡിൻ്റെ ആ ഒരു ഓപ്ഷനൊക്കെ ഡിസേബിളായി കിടക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നെ ആ ഒരു വീഡിയോ യൂട്യൂബ് ഇപ്പോൾ പെർമനൻ്റ്ലി ഡിലീറ്റ് ആക്കിയിട്ടില്ല. എന്നാലും ഒരു 90 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരുമെന്നൊക്കെയാണ് യൂട്യൂബ് പറയുന്നത്. അതുവരെ ഒരു 90 ദിവസത്തേക്ക് ആ ഒരു വീഡിയോ യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്തേക്കുവാണ് കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ആര് നോക്കിയാലും, ഞാൻ നോക്കിയാലും നിങ്ങൾ നോക്കിയാലും ആ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതൊന്നാമത്തെ കാര്യം, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയേക്കുന്നത് നമ്മുടെ USD4 ഉണ്ടല്ലോ, USD4 എടുത്ത സമയത്ത് തന്നെ ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ, ഇവിടെ നിന്ന് നല്ല പോലെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ട് ഒരുപാട് നാളാവും. ദേ കാണാൻ പറ്റും, ഓയിൽ ലീക്കാണ്. ഇവിടെ ഒരു സ്ക്രാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് USD4 നമുക്ക് തന്ന സമയത്ത് തന്നെ, നമ്മൾ USD4 എടുത്ത സമയത്ത് തന്നെ ആ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത സമയത്ത് തന്നെ, നമ്മൾ USD4 സെറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വിചാരിച്ചതാണ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഫോർക്ക് എന്തായാലും ആ ഒരു സ്ഥലത്ത് ലീക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൈഡിൽ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് നമുക്ക്, അതുകൊണ്ട് ഞാൻ ഇന്നർ ട്യൂബ് സെക്കൻഡ് ഹാൻഡ് എടുത്ത് കേട്ടോ. നമ്മുടെ ഈ ഇന്നർ ട്യൂബ് ഉണ്ടല്ലോ, ഈ ഒരു ഇന്നർ ട്യൂബ് ഞാൻ ഇപ്പോൾ യൂസ്ഡ് ഒരു സാധനം സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം മാറ്റി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഓയിൽ സീൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യം പോകുന്നത് നമ്മുടെ ബജാജിൻ്റെ ഷോറൂമിലാണ് കേട്ടോ. ഷോറൂമിൽ ചെന്നിട്ട് ഇതിൻ്റെ ഓയിൽ സീൽ വാങ്ങിക്കണം, ഓയിൽ മേടിക്കണം, ഓയിൽ സീൽ മേടിക്കണം. അപ്പോൾ നമ്മളെ സെക്കൻഡ് എടുത്ത ഫോർക്ക് ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് വീട്ടിൽ ഇരിക്കുകയാണ്. നമുക്ക് ക്ലിമാൻ നമ്മുടെ ഷോറൂമിൽ പോയി സാധനം എടുത്തിട്ട് തിരിച്ചിനി എങ്ങനെ കൊണ്ടുപോകുന്ന എനിക്ക് ഐഡിയ ഇല്ല. ഇതിൻ്റെ സൈഡിൽ എങ്ങനെ വെച്ച് കെട്ടാൻ പറ്റുമോ നോക്കണം. ഇങ്ങനെ ക്രോസിന് അങ്ങനെ വെച്ചിട്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ആരും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്ലാനിലാണ്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഒരു വയർ ടൈനും വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ ട്യൂബ് മാറ്റണം, പിന്നെ അതിൻ്റെ ഫോർക്കും അതിൻ്റെ സീലിങ് കാര്യങ്ങളെല്ലാം മാറ്റേണ്ടി വരും കേട്ടോ. നല്ലപോലെ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓയിൽ ലീക്കായിട്ട് നമ്മുടെ കാലിപ്പറിൻ്റെ അതിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡിസ്കിലോട്ടൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഡിസ്കിലോട്ട് ഇപ്പോൾ ഇറങ്ങും എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. കാലിപ്പറിലോട്ട് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ലപോലെ ലീക്കുണ്ട്, ഇവിടെ സ്ക്രാച്ചും കാണാൻ പറ്റും. അപ്പോൾ സാധനം ഇനിയിപ്പം മാറില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് നാളായി തുടങ്ങിയിട്ട്, അപ്പോൾ ഇനിയും മാറില്ല എന്നുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് ഷോറൂമിൽ പോയി സാധനം മേടിക്കാൻ കേട്ടോ. ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. കേസ് നമ്മുടെ ഷോറൂം എത്തിയിട്ടുണ്ട്. സാധനം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആ ധൈര്യത്തിലാണ് വന്നേക്കുന്നത്. എന്തായാലും പോയി നോക്കാം. ഫോർക്ക് ഓയിൽ സീല് ഡോമിനറിൻ്റെ 400 ആണേ. ഓക്കെ, ഇത് തന്നെയല്ലേ? ആ, 2 സൈഡ്. ഗൈസ്, അപ്പം നമ്മളെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച്. നമ്മൾ 1 സൈഡ് മാറ്റാമെന്ന് വിചാരിച്ചാൽ, മാറ്റുമ്പോൾ പിന്നെ 2 സൈഡ് കൂടെ മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ 2 സൈഡ് മാറ്റാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനം കിട്ടി കേട്ടോ. ഞാൻ ഒരെണ്ണം മാറാമെന്ന് വിചാരിച്ചാൽ
പിന്നെ ഒരു സെറ്റിന് 425 ഉള്ളൂ കേട്ടോ. പിന്നെ അത് 2 കൂടെ മാറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ആദ്യം ഏത് മാറിയത് പിന്നെ അത് മാറിയാൽ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ 2 കൂടെ അങ്ങ് ഒരുമിച്ച് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 സെറ്റ് എടുത്തിട്ടുണ്ട്, 2 ഫോർക്കിലേക്കുള്ളത്. പിന്നെ എടുത്തത് നമ്മുടെ സ്റ്റോക്ക് ഓയിൽ തന്നെയാണ് കേട്ടോ. മോട്ടികളൊന്നും എടുത്തില്ല, ബജാജിൻ്റെ സ്റ്റോക്ക് ഫോർക്ക് ഓയിൽ തന്നെ എടുത്തേക്കുന്നത്, ഡോമിനോ 400 വരുന്ന. അപ്പോൾ ഇത് 480 ml എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ റേറ്റ് 261 കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ നമ്മുടെ സതീശൻ മച്ചാനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫ്രീ ആണോ സമയം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് വിളിച്ചും കൂടെ നോക്കിയിട്ട് വേണം ഇനി നമ്മൾ ഫോർക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ 2 അടുത്തെന്ന് പറഞ്ഞ ഫോർക്കാണ് ഇതേ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന പിറ്റേ ദിവസമാണ്. നമുക്ക് ഇന്നലെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, മച്ചാനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി നോക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫോർക്ക് ഇതായിരിക്കുന്നു. ഇതിൽ നമുക്ക് ഔട്ടർ കവറൊന്നും ആവശ്യമില്ല, ഔട്ടർ കവറോട് കൂടിയിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചേട്ടോ. പക്ഷേ എൻ്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല, ഔട്ടർ കവർ വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ ഇന്നർ ട്യൂബാണ്. അതായത് ഈ സാധനം നമ്മുടെ ഇപ്പോൾ കിടക്കുന്നതിൽ ഏകദേശം ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കിടക്കുന്നത് മാറ്റിയിട്ട് ഈ ഒരു ഇന്നർ ട്യൂബ് എടുത്ത് തിരിച്ച് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരുവിധം സാധനം ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ സെറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഒരു പോകത്തൊന്നുമില്ല. ഇതിൻ്റെ ലെഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന പേടിക്കുന്നുണ്ട്. നമ്മുടെ ഈ ക്രാഷ് കാർഡിൻ്റെ ഈ സൈഡിൽ തട്ടി നിന്നോളും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെയാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ ഈ ഫുഡ് റെസ്റ്റിൻ്റെ ഇവിടെ ചവിട്ടുന്ന അവിടെ ഞാൻ 2 ടാഗ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വയർ ടൈ ഉപയോഗിച്ച് ഇവിടെയും ടാഗ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ഇതിൽ ഒരു 10 കിലോമീറ്ററോളം പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് പോവാം. ഒരു 10-12 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളാ സ്പാർക്ക് പ്ലഗ് ഒടിഞ്ഞ് സെറ്റായി ഇരുന്നല്ലോ, അന്ന് മച്ചാൻ്റെ വീട്ടിൽ വെച്ചാണ് ചെയ്തത്. അപ്പോൾ ഇതും വീട്ടിൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഗിയർ ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പാടുണ്ട് കേട്ടോ ഗിയർ ഇടാൻ. എന്നാലും നല്ല സെറ്റപ്പിൽ പോവാം. ഓക്കെ, ഗിയർ ഇടാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. എനിക്ക് കാല് മര്യാദയ്ക്ക് നമ്മുടെ ഫുഡ് റെസ്റ്റ് ഫുള്ളായിട്ട് ചവിട്ടാൻ പറ്റുന്നില്ല. ആ ഒരു പാടേ ഉള്ളൂ. സാധനം കുഴപ്പമൊന്നുമില്ല, സ്ട്രോങ് ആണ്. എന്തായാലും ഉള്ള പരുവത്തിന് പോകാം കേട്ടോ. ഡൗൺ ചെയ്യാൻ കുറച്ച് പാടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അങ്ങ് എത്തിയിട്ട് കാണാമേ. ഒരു പരുവത്തിനെ കൊണ്ട് എത്തിക്കിട്ടു സാധനം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി എവിടെ കൊണ്ട് കയറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ടയറ് കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ബാക്കി ഫോർക്ക് ഇനി ഊരാൻ പോകുന്നു. പിന്നെ ഇത് നമ്മളെ കൊണ്ടുവന്ന ഫോർക്ക്, പിന്നെ അതിൻ്റെ ഓയിൽ സീലിങ് കാര്യങ്ങൾ കേട്ടോ. നമ്മളെ മൽഗാർഡ് കാര്യങ്ങൾ ഊരി ഇവിടെ ഓയിൽ ലീക്ക് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഓയിൽ ലീക്ക്. നല്ലപോലെ ഓയിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. മണ്ണ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇവിടുത്തെ കണ്ടീഷൻ കണ്ടാൽ മനസ്സിലാവും. നമ്മളെ കാലിപ്പറിലോട്ടൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓയിൽ. നല്ല ഓയിൽ ലീക്കുണ്ട്. നമ്മൾ സെക്കൻഡ് ഇപ്പോൾ എടുത്ത ഔട്ടർ കവറാണ് കേട്ടോ. ഇതിലാണ് ഈ പറഞ്ഞ സ്ക്രാച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ തുറന്ന് കളയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇന്നർ ട്യൂബ് കേട്ടോ, ഈ ഒരു ട്യൂബ് മാത്രമാണ് നമ്മൾ വെച്ചിരുന്നതിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഇതിന് വലിയ യൂസ് ഇല്ല, കാരണം നല്ല സ്ക്രാച്ച് ഉണ്ട്. ഇതിനെ സെയിൽ ചെയ്യാൻ വിചാരിച്ചാൽ ആരും എടുക്കുമെന്ന് തോന്നുന്നില്ല, സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 എടുത്ത സാധനമാണ്. ഓയിലും കാര്യങ്ങളൊക്കെ തുറന്ന് കളഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇരുന്ന, അതായത് സ്ക്രാച്ചായ നമ്മൾ മാറ്റാനുള്ള ഇന്നർ ട്യൂബ് ഇതാണ് കേട്ടോ, പഴയ ഇന്നർ ട്യൂബ്. ഇതിൽ ഞാൻ സ്ക്രാച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അയ്യോ, ഇതാണ് സ്ക്രാച്ച്. ഇവിടെ ഒരു ചതവ് പോലെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് കേട്ടോ സ്ക്രാച്ച്. ഇനിയിപ്പോൾ ഇന്നർ ട്യൂബിൽ സ്ക്രാച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഗൈസ്, അപ്പോൾ നമ്മൾ പഴയ ഫോർക്ക്, സ്ക്രാച്ചായ ഫോർക്ക് എടുത്ത് മാറ്റിയിട്ട് ഇന്നർ ട്യൂബ് എടുത്ത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ മേടിച്ചതിലെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ഈ മുകളിലത്തെ ക്യാപ്പ് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പണി കഴിയും. പിന്നെ ഇത് പഴയതാണ് കേട്ടോ, നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ. ഇത് നമ്മുടെ ഇപ്പോൾ ഡാമേജ് ആയ സാധനമാണ്. ഇതിൻ്റെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ കിടന്ന് ഓയിലും കാര്യങ്ങളാണ്, അത്യാവശ്യം കറുപ്പും കാര്യങ്ങളും കൊണ്ട് ഓയിൽ കറുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ സൈഡ്, റൈറ്റ് സൈഡ് വന്ന ഫോർക്കാണ് കേട്ടോ. അപ്പോൾ മാറുമ്പോഴത്തേക്ക് ഒരുമിച്ച് മാറണം എന്നുള്ളതുകൊണ്ട് മാറുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും ഇനിയിപ്പോൾ ഊരിയിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ മാറണം. അതിൻ്റെയും നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓയിൽ സീലും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇനി സെറ്റ് ചെയ്യണം. ഗൈസ്, അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മച്ചാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ പോയിന്റ് കണ്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതേ വർക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ആ സോൾവൈസ് എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് പുള്ളിയുടെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് വർക്കൊക്കെ പക്കയായിട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റിയ ഒരു 1-2 കോൺടാക്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. വണ്ടിക്ക് ഇപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയ ഒരു 1-2 പേരിൽ ഒരാളാണ് കേട്ടോ. മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഒടിഞ്ഞ് സെൻട്രൽ സ്റ്റക്കായി പോയി. അപ്പോൾ ആ ഒരു ഹെഡൊക്കെ ഊരിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്തെന്നൊക്കെ പുള്ളിയാണ് കേട്ടോ. അപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ പുള്ളി പെർഫെക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു വിശ്വാസമുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മുന്നത്തെ തന്നെയാണ് ഇന്നർ ട്യൂബൊക്കെ. അപ്പോൾ അതിന് നമ്മൾ ഓയിൽ സീലും ഓയിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ഓയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓയിലും പിന്നെ ഓയിൽ സീലും മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ മെയിനായിട്ട് അപ്പുറ സൈഡ്, ഈ സൈഡാണ് നമുക്ക് പ്രശ്നം. നമ്മൾ സെക്കൻഡ്സ് ലാസ്റ്റ് എടുത്ത ഇന്നർ ട്യൂബാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പോയി. ഓയിലോ കാര്യങ്ങളൊന്നും ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. പിന്നെ ഇവിടെയും ഓയിൽ സീലും പിന്നെ പുതിയ ഓയിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡ് ഫുള്ള് ക്ലിയറായി. പിന്നെ ഓയിൽ നല്ലവണ്ണം നമ്മൾ കാലിപ്പറിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ ബ്രേക്ക് പാഡും ആ ഒരു കാലിപ്പറിൻ്റെ അകം ഫുള്ള് ഒരു ഓയിൽ മയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്കിൻ്റെ ബൈറ്റിലൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നല്ലപോലെ ബൈറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡിസ്കിലോട്ടൊക്കെ ഡിസ്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊക്കെ ഡിസ്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പെട്രോളൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ലോണം ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് തിരിച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളായി തുടങ്ങിയിട്ട്. ഞാൻ ഇത് നമ്മളെ UST4 സെറ്റ് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു റൈറ്റ് സൈഡിൽ കേട്ടോ, കാലിപ്പർ സൈഡിൽ ചെറിയൊരു മൈന്യൂട്ട് ഒരു ചതവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മിക്കവാറും ഫ്യൂച്ചറിൽ നമുക്ക് പണിയാനുള്ള ചാൻസ് ഉണ്ടെന്ന്. പിന്നെ ഞാനൊരു പരുവത്തിന് കൊണ്ട് നടന്ന് പിന്നെ ഇപ്പോഴാണ് ഈ ഇന്നർ ട്യൂബ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. OLX എന്നാണ് ഇന്നർ ട്യൂബ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇന്നർ ട്യൂബ് നല്ലൊരു സാധനം. ഒന്നേ നമുക്ക് ഡയറക്റ്റ് പോയി നോക്കി കണ്ടെടുക്കാം. ഇതിപ്പോൾ OLX എടുത്തുകൊണ്ട് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല അത്യാവശ്യമല്ല നല്ല നീറ്റായിട്ടുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ 4K തന്നെ സിംഗിൾ പീസായിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. ഫുൾ സെറ്റായിട്ട് കിട്ടും. ഡോമിനൻ്റ് ആയാലും KTM ഫുൾ സെറ്റ് നമുക്ക് UST4 ഒരു 9,000-10,000 രൂപ കൊടുത്താൽ ഫുൾ സെറ്റ് കിട്ടും. പക്ഷേ ഈ സിംഗിൾ പീസായിട്ടൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഡിസേബിളായി കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടവരെല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കമൻറ്റ്സൊക്കെ ഭയങ്കര കുറവാണ്. എന്നാലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.